ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 1-ലെ എക്സെപ്റ്റ് ഫ്രം മെമ്മോയ്സ് ആണ്. മൊഡ്യൂൾ 1-ൻ്റെ പേരെന്ന് പറയുന്നത് ഓഡിയോ ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് ആൻഡ് മെമ്മോയ്സ് ആണ്. ഓഡിയോ ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. മെമ്മോസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നതായിരിക്കും മെമ്മോസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന് നമുക്കൊരു ആളുടെ പാർട്ട് ഓഫ് എ ലൈഫ് എന്നും കൂടെ പറയാം. ആൻഡ് ഇനി നമുക്ക് പാബ്ലോ നെരൂഡയെ കുറിച്ച് നോക്കാം. Pablo Neruda is a Chilean poet. He was born in 1904 in Parral, Chile. He was Chile's most loved poet. Neruda started writing at the age of 13. His most important work was 20 love poems and the Song of Despair. Neruda won Nobel Prize for Literature in 1971. He is named as one of the most outstanding peoples of the 20th century. അപ്പോൾ നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ റൈറ്ററിനെയോ പോയിറ്റിനെയോ കുറിച്ച് നോക്കി വെക്കുക. കൂടാതെ അവരുടെ 2 വർക്കും കൂടെ നോക്കി വെക്കുക. നമ്മളോട് 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ദ വേർഡ്. യു ക്യാൻ സേ എനിത്തിങ് യു വാണ്ട്, ബട്ട് ഇറ്റ്സ് ദ വേർഡ്സ് ദാറ്റ് സിങ് ദ സോർ ആൻഡ് ഇസൻറ്റ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ അക്ഷരങ്ങളാണ് പാടുന്നതും പറന്നുയരുന്നതും താഴേക്ക് വരുന്നതും. ഐ ബൗ ടു ദം, ഐ ലവ് ദം. ഞാൻ അവയെ കുമ്പിടുന്നു, അല്ലെങ്കിൽ ഞാൻ അവയെ വണങ്ങുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഐ ക്ലിങ് ടു ദം, ഐ റൺ ദം ഡൗൺ, ഐ ബൈറ്റ് ഇൻ ടു ദം, ഐ മെൽ ദം ഡൗൺ. ഞാൻ അവയെ കെട്ടിപ്പിടിക്കുന്നു, ഞാൻ അവയെ ഓടിച്ചിടുന്നു, ഞാൻ അവയെ കടിക്കുന്നു, ഞാൻ അവയെ ഉരുക്കുന്നു. I love words so much, unexpected ones. The ones I wait for greedily or stalk until suddenly they drop. അപ്പോൾ ചില സമയങ്ങളിൽ വേർഡ്സ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരും. ചില സമയങ്ങളിൽ നെരൂഡ വേർഡ്സിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഗ്രീഡ്ലി എന്ന് പറയുന്നത് ആകാംക്ഷയോടെ. ചില സമയങ്ങളിൽ നെരൂഡ അവയുടെ പുറകെ പോകും, പക്ഷെ അത് വീണു പോകും എന്നാണ് നെരൂഡ പറയുന്നത്. Vowels I love, they glitter like color stones, they leap like silver fish, they are foam, thread, metal, dew. നെരൂഡയ്ക്ക് വവൽസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണുള്ളത്. സോ വവൽസ് എന്താണെന്നാണ് പറയുന്നത്? അവർ കളർ സ്റ്റോൺസ് പോലെ തിളങ്ങും, അവർ സിൽവർ ഫിഷ് പോലെ ചാടും, അവർ പതയാണ്, നൂലാണ്, ലോഹമാണ്, മഴത്തുള്ളിയാണ്. അപ്പോൾ ഈ ഒരു വവൽസിനെ കുറിച്ച് പറയുന്ന സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. I run after certain words that are so beautiful that I want to fix them all into my poem. ഞാൻ ചിലപ്പോൾ ചില വേർഡ്സിൻ്റെ പുറകെ ഓടും, അവർ വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അവയെ എൻ്റെ പോയത്തിൽ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് നെരൂഡ പറയുന്നത്. I catch them in mid-flight. As the bus passed, I trap them, clean them, peel them. I set myself in front of a dish. അപ്പോൾ വേർഡ്സ് നെരൂഡയുടെ അടുത്തൂടെ പോകുമ്പോൾ നെരൂഡ എന്നെ ക്യാച്ച് ചെയ്യും, ട്രാപ്പ് ചെയ്യും, ക്ലീൻ ചെയ്യും, പീൽ ചെയ്തിട്ട് അത് വെച്ചൊരു ഡിഷ് ഉണ്ടാക്കി നെരൂഡ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമെന്നാണ് പറയുന്നത്. They have a crystalline texture to me. അവർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വൈബ്രൻറ്റ്, ഐവറി, വെജിറ്റബിൾസ് ലൈക്ക് ഓയിലി, ലൈക്ക് ഫ്രൂട്ട്സ്, ലൈക്ക് ആൽഗി, ലൈക്ക് ആഗേറ്റ്സ്. സോ ആൽഗി എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ആഗേറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റോൺ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. Like olives, and then I stir them, I shake them, I drink them, I gulp them, I mash them, I garnish them, I let them go. അപ്പോൾ എന്നാൽ വേർഡ്സ് എന്ന് പറയുന്നത് ഒലീവ്സ് പോലെയാണ്. ഞാൻ അവയെ ഇളക്കും, ഞാൻ അവയെ കുലുക്കും, ഞാൻ അവയെ കുടിക്കും, ഞാൻ അവയെ വിഴുങ്ങും, ഞാൻ അവയെ മാഷ് ചെയ്യും, ഞാൻ അവയെ ഗാർണിഷ് ചെയ്യും, ഞാൻ അവയെ വിട്ടടയ്ക്കും. സോ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾക്കിവിടെ ഒരു എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. സർ റിയലിസ്റ്റിക് എക്സ്പ്രഷൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കത് ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. ഇവിടെ തന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ആദ്യം ഇളക്കുന്നു, പിന്നെ അതിനെ കുലുക്കുന്നു, പിന്നെ അതിനെ കുടിക്കുന്നു, അതിന് ശേഷമാണ് ഇവിടെ നെരൂഡ ഗാർണിഷ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. സാധാരണയായി നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താണ്, നമ്മൾ ആദ്യം ഗാർണിഷ് ചെയ്യും, അതിന് ശേഷമാണ് നമ്മൾ അതിനെ കഴിക്കുന്നതോ കുടിക്കുന്നതോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ഗാർണിഷ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് യൂഷ്വലി എന്താണ് ഒരിക്കലും ഡൈജസ്റ്റീവ് ആയിട്ട് തോന്നില്ല. സോ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനാണ് സാർ റിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുക. സോ അതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. ലീവ് ദം ഇൻ മൈ പോയംസ് ലൈക്ക് സ്റ്റാലക്ടിറ്റീസ്. അപ്പോൾ ഇവിടെ സ്റ്റാലക്ടിറ്റീസ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ആ ഒരു വേർഡിൻ്റെ മീനിങ് നമ്മുടെ ടെസ്റ്റിൻ്റെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ ടാപ്പറിങ് സ്ട്രക്ചർ ഹാങ്ങിങ് ലൈക്ക് ആൻ ഐസിക്കിൾ ഫ്രം ദ റൂഫ് ഓഫ് എ കർവ്. സോ ഒരു കർവിൻ്റെ റൂഫിൽ നിന്നും ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. സോ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
അത് തൗസൻഡ്സ് ഓഫ് ഷേപ്സിലുണ്ട്. സോ ഒരു വ്യൂവർ അതിന് വേറൊരു ഷേപ്പിൽ കാണും, മറ്റൊരാൾ അതിന് വേറൊരു ഷേപ്പിൽ കാണും. സോ ഓരോ വ്യൂവേഴ്സിനും അത് ഡിഫറെൻറ്റ് ഷേപ്പിലാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് നെരൂഡയുടെ വേർഡ്സ് എന്നാണ് നെരൂഡ പറയുന്നത്. എന്ന് വെച്ചാൽ അതിലെ ഇപ്പോൾ നെരൂഡയുടെ ആ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ വേർഡ്സ് അതിൻ്റെ മീനിങ് ഇപ്പോൾ ഞാൻ ഗ്രാസ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി അതിനെ ഗ്രാസ്പ് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വേർഡിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ നെരൂഡ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് സ്ലിവേഴ്സ് ഓഫ് പോളിഷ്ഡ് വുഡ്സ്, ലൈക്ക് കോൾസ്, പിക്കിങ്സ് ഫ്രം ദ ഷിപ്പ് വർക്ക്, ഗിഫ്റ്റ് ഫ്രം ദ വേഴ്സ്. അപ്പോൾ ഇവിടെ വേർഡ്സ് എന്തൊക്കെ പോലെയാണെന്ന് പറയുന്നത്? സ്ലിവേഴ്സ് ഓഫ് പോളിഷ്ഡ് വുഡ്സ് അത് കോൾസ് പോലെയാണ്, പിക്കിങ്സ് ഫ്രം ദ ഷിപ്പ് വർക്ക്, ഗിഫ്റ്റ് ഫ്രം ദ വേഴ്സ് എന്നൊക്കെയാണ് നെരൂഡ പറയുന്നത്. അപ്പോൾ എവറിത്തിങ് എക്സിസ്റ്റ് ഇൻ എ വേർഡ്, എല്ലാം ഒരു വേർഡിൽ തന്നെയാണെന്നാണ് നെരൂഡ പറയുന്നത്. An idea goes through a complete change because one word shifted its place or because another settled down like a spoiled little thing inside a phrase. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ മാറിപ്പോവാം. ഇപ്പോൾ ഒരു വേർഡ് അതിൻ്റെ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വേർഡ് മറ്റൊരു ഫ്രേസിന് നടുക്ക് വന്നിരിക്കുകയോ ചെയ്താൽ ആ ഒരു സെൻറ്റൻസിന് മീനിങ് തന്നെ മാറിപ്പോകാമെന്നാണ് ആര് പറയുന്നത്? നെരൂഡ പറയുന്നത്. That was not expecting her but obeys her. They have shadow, transparent, weighty feathers, hairs, everything they have. They gathered from so much rolling down the river, from so much wandering from country to country. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ വേർഡ്സിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? ഷാഡോ, ട്രാൻസ്പാരൻസ്, വെയിറ്റി ഫെദേഴ്സ്, ഹെയേഴ്സ്, അവർക്ക് എല്ലാം ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത്? ഒരുപാട് റിവറുകൾ റോൾ ചെയ്തും ഒരുപാട് കൺട്രികൾ താണ്ടിയും അവരുടെ റൂട്ട്സിൽ നിന്നൊക്കെയാണ് വേർഡ്സിന് ഇതെല്ലാം കിട്ടുന്നത്. അവർ വളരെ ഏൻഷ്യൻ്റ് ആണ്, വളരെ ന്യൂ ആണ്. അവർ പഴയ കുറേ കാലങ്ങൾ മുമ്പേ ഉള്ളതാണ്, അവരിപ്പോഴും ഉണ്ട്. സോ ദേ ആർ വെരി ഏൻഷ്യൻ്റ് ആൻഡ് വെരി ന്യൂ. Okay, they live in the bare, hidden away and in the budding flower. അപ്പോൾ എന്താണ്? അവയെ ശവപ്പെട്ട് വെക്കുന്ന മാർബിളിൻ്റെ മേശയിൽ കാണാം. ചിലപ്പോൾ അവ ഒളിഞ്ഞിരിക്കും, ചിലപ്പോൾ വിടരുന്ന പൂക്കളിൽ കാണാം. What a great language I have. It's a fine language we inherited from the fierce conquistadors. സോ നെരൂഡ പറയാണ്, എന്തൊരു ഗ്രേറ്റ് ലാംഗ്വേജ് ആണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിത് ഇൻഹെറിറ്റ് ചെയ്തത് ഇവരെ കീഴടക്കാനായി വന്ന സ്പാനിഷ് കോൺക്വിസ്റ്റാഡേഴ്സിൻ്റെ അടുത്താണെന്നാണ്. They strode over the gained Cordillera, over the rugged mountains. ഇവർ സ്ട്രോഡ് എന്ന് പറയുന്നത് ക്രോസ് എന്നാണ്. സോ ഇവർ എന്താണ്? കോഡിലേഴ്സ് എന്ന് പറയുന്നത് മലനിരകൾ. അപ്പോൾ ഇവർ മലനിരകൾ താണ്ടി ഇവർ അമേരിക്കയിലോട്ട് വന്നു. എന്തിന്? ഹണ്ടിങ് ഫോർ പൊട്ടറ്റോസ്, സോസേജസ്, ബീൻസ്, ബ്ലാക്ക് ടൊബാക്കോസ്, ഗോൾഡ്, കോൺ, fried eggs with a voracious appetite not found in the world since then. വൊറാഷ്യസ് എപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത് ഭക്ഷണ രുചിയോടുള്ള ആർത്തി. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ആർത്തിയോടെയാണ് ഇവർ ഈ പൊട്ടറ്റോസിനും സോസേജസിനും ബീൻസിനൊക്കെ വേണ്ടിയിട്ട് ഹണ്ട് ചെയ്ത് ഇവരുടെ നാട്ടിലേക്ക് വരുന്നത്. They swallowed up everything, religions, pyramids, tribes, adulteries, just like the ones they brought along in their huge sacks. അപ്പോൾ ഇവരെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇവരുടെ റിലീജിയൻസ്, പിരമിഡ്സ്, ട്രൈബ്സ്, അഡോൾട്ടറീസ് എല്ലാം അവരുടെ ഹ്യൂജ് സാക്സിൽ ഇവരെടുത്തുകൊണ്ട് പോയി. Wherever they went, they raised the land. അവർ എവിടെയൊക്കെ പോയോ അവരൊക്കെ അവർ ആ ലാൻഡ് റേസ് ചെയ്തു. But words fell like petals out from the boots of the barbarians. Barbarians എന്ന് പറയുന്നത് uncivilized peoples. Out of their beads, their helmets, their horses' shoes. അപ്പോൾ പറയുന്നത് ഇവർ എവിടെയൊക്കെ പോയി അവിടേക്ക് ഇവർ ലാൻഡ് റേസ് ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ ഇവരുടെ ബൂട്ട്സിൽ നിന്നും ഹോഴ്സസ് ഷൂസിൽ നിന്നും ഒക്കെ വേർഡ്സ് ഫെൽ ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, luminous words they were left glittering here, our language. We came up losers, we came up winners. അപ്പോൾ നെരൂഡ പറയുന്നത് ഒരു സെൻസിൽ ഇവർ ലോസേഴ്സ് ആണ്. കാരണം ഇവരുടെ എല്ലാ വെൽത്തും ഈ കോൺക്വിസ്റ്റാഡേഴ്സ് എടുത്തുകൊണ്ട് പോയി. പക്ഷേ മറ്റൊരു സെൻസിൽ ഇവർ വിന്നേഴ്സ് ആണ്. കാരണം ഇവർക്ക് ലാംഗ്വേജ് കിട്ടി, ഈ വേർഡ്സ് കിട്ടി എന്നാണ് നെരൂഡ പറയുന്നത്. They carried off the God and left us the God. They carried everything off and left us everything. They left us the words. So നെരൂഡയെ സംബന്ധിച്ചിടത്തോളം വേർഡ്സ് ആണ് എവറിത്തിങ്. ഏതൊരു ഗോൾഡിനേക്കാളും ഏതൊരു വെൽത്തിനേക്കാളും നെരൂഡയ്ക്ക് വേർഡ്സ് ആണ് എവറിത്തിങ്.
സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഒരു നാട്ടിൽ വെൽത്തും ഗോൾഡും എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയെങ്കിലും ഇവർക്ക് എല്ലാം കിട്ടി എന്നാണ് നെരൂഡ പറയുന്നത്. സോ ഒരു സെൻസിൽ ഇവർ ലോസേഴ്സ് ആണെങ്കിൽ ലാംഗ്വേജ് കിട്ടി എന്നുള്ള സെൻസിൽ ഇവരെന്താണ് വിന്നേഴ്സ് ആണെന്നാണ് നെരൂഡ പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ നെരൂഡ നമ്മളോട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.